Welcome to Bake Shop Creations. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ജിഞ്ചർ കുക്കീസ്. ഈസി ആയിട്ടും ഫാസ്റ്റ് ആയിട്ടും ക്വിക്ക് ആയിട്ടും എങ്ങനെയാണ് ജിഞ്ചർ കുക്കീസ് ചെയ്യാൻ പോകുന്നതാണ് നമ്മൾ നോക്കുന്നത്. Here is a recipe. Let's go to the bake shop. നമ്മുടെ ഗോതമ്പ് പൊടിയിലോട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇടുക. അതിന് ഷുഗർ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഷുഗർ നമ്മൾ ബട്ടറിൻ്റെ കൂടെയാണ് മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് നമുക്ക് അരിച്ചെടുക്കാം. ഈ അരിച്ചെടുക്കുന്നതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ലംസ് ഉണ്ടാവാതിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുപോലെ സ്പ്രെഡ് ആവാനാണ് കേട്ടോ. അപ്പോൾ ഈ നട്ട്മഗ് എന്ന് പറയുന്ന ചിലർക്ക് സംശയം കാണും. നമ്മുടെ ജാതിയുടെ കായാണ് കേട്ടോ നട്ട്മഗ്. ബട്ടർ നമ്മൾ ഉപയോഗിക്കുന്നത് അൺസോൾട്ടഡ് ബട്ടറാണ്. അൺസോൾട്ടഡ് ബട്ടർ മെൽറ്റ് ചെയ്യുമ്പോഴത്തേന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി ഹീറ്റ് ആക്കേണ്ട ആവശ്യമില്ലത്. ഹീറ്റാക്കി ഒത്തിരി ലിക്വിഡ് ടൈപ്പ് ആക്കേണ്ട, ഇതുപോലൊരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് തന്നെ എടുക്കണം. അതിനുശേഷം ഐസിങ് ഷുഗറും വാനില എസൻസും ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും ലംസ് ഇല്ലാത്ത പോലെ നല്ല ക്രീമി ആയിട്ട് നമുക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ ഐസിങ് ഷുഗർ ഇടേണ്ട ആവശ്യമില്ല. ഇച്ചിരി ഹെൽത്തിയർ ആയിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ നമുക്ക് ബ്രൗൺ ഷുഗർ പൊടിച്ചതിടാം. അതിനുശേഷം നമ്മുടെ സ്പൈസസ് ഇട്ട് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ബട്ടറിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തൊരു ഡോ പോലെ ആക്കി എടുക്കുക. ഇപ്പോൾ നമ്മൾ എഗ്ഗ് ഉപയോഗിക്കാത്തതുകൊണ്ട് പാല് അതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ഒരു ഡോ ആക്കി എടുക്കാം നമുക്ക്. ഇപ്പം നമുക്ക് സ്കൂപ്പ് ചെയ്യാനുള്ള പാകത്തിനായി കുക്കീസ് ഉണ്ടാക്കുമ്പോഴത്തേന് സമയം ലാഭിക്കാൻ ഏറ്റവും നല്ലൊരു എളുപ്പമാർഗ്ഗമാണ് സ്കൂപ്പിംഗ്. സ്കൂപ്പ് ചെയ്യുന്ന കുക്കീസ് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ബേക്കിംഗ് ചെയ്യുമ്പോൾ കുക്കീസ് ഈക്വലായിട്ട് ബേക്ക് ചെയ്യാനും ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓവനിൽ വെച്ച് ഏകദേശം 180 ഡിഗ്രിയിൽ നമുക്കൊരു 15 മിനിറ്റ് ബേക്ക് ചെയ്യാം. സോഫ്റ്റായ ജിഞ്ചർ കുക്കിയാണ് നമ്മളിപ്പോൾ റെഡി ആക്കിയിരിക്കുന്നത്. ഈ അടി കാണുന്ന ബ്രൗൺ കളറാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുക്കീസ് ആയെന്ന് ഉറപ്പ് വരുന്നത്. മുകളിൽ കളർ കുറവാണെങ്കിൽ അടിഭാഗത്ത് കളറായെങ്കിൽ കുക്കി റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റി നമുക്ക് സെർവ് ചെയ്യാം. അതേ സമയത്ത് ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇതിൻ്റെ മുകളിൽ റോയൽ ഐസിങ് ഇതുപോലെ നമുക്ക് പൈപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യുവാണെങ്കിൽ കാണാനും ഭംഗിയുള്ളതായിരിക്കും, കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്യും. Now ready to serve. Thank you for creating with me in the bake shop. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. And also you can follow my Instagram page and Facebook page. See you next time.